രാവിലെ തന്നെ ജോലിക്ക് പോകണമല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് മടി പിടിച്ച് നിൽക്കുന്ന നിപ്പാണ്. ആ നിപ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ ജോലിക്ക് പോയി. അത് കഴിഞ്ഞ് അമ്മ വളർത്തിയ ചെടിയിൽ കുറേ പൂക്കളുണ്ടായി. അത് എന്നെ കാണിച്ചു തന്നു. എന്നോട് പറഞ്ഞു വീഡിയോ ഒക്കെ എടുക്കണം അതിൻ്റെ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് TV കാണായിരുന്നു. അപ്പോഴാണ് അമ്മ പറയുന്നത്, എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ അമ്മ കണ്ടില്ല, അത് കാണിക്കാൻ പറഞ്ഞ്. അമ്മ അത് കണ്ടിരുന്നു, ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു. പിന്നെ അത് കണ്ടപ്പോഴാണ് ഞാൻ ന്യൂസ് വെച്ചത്. അപ്പോഴാണ് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന കാര്യം അറിഞ്ഞത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയായി, ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി ആയിരുന്നു. അത് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ വെച്ച ബിരിയാണി. അത് രാവിലെ ഞങ്ങൾ ചൂടാക്കി സെറ്റാക്കി എടുത്തു. അതിൻ്റെ കൂടെ നല്ല ചിക്കൻ കറി. ഞാൻ ബിരിയാണി അത്ര ലവറല്ല, എന്നാലും അമ്മ വെക്കുന്ന ബിരിയാണി എനിക്കിഷ്ടമാണ്. ഞാൻ വയറ് നിറയെ കഴിക്കാറുണ്ട്. അതിനൊരു ലിമിറ്റേഷൻ ഇല്ല. അമ്മ വെച്ചേക്കുന്നത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല, പക്ഷേ എനിക്കത് ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രം ഞാൻ ആ ബിരിയാണി നന്നായിട്ട് കഴിക്കും. ആ ടൈമിൽ എനിക്ക് സിനിമ കാണണം, അത് നിർബന്ധമാണ്. അപ്പോഴാണ് ഞാൻ വെറുതെ അല്ല ഒരു ഭാര്യ സിനിമ കണ്ടിട്ട് കുറേ ആയല്ലോ എന്ന് വെച്ച് ആ സിനിമ കണ്ട് കുറച്ച് നേരം ഇരുന്നു. എന്നിട്ട് എനിക്ക് ഉറക്കം വന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്നേക്കാമെന്ന് കരുതി. പിന്നെ എണീറ്റവും ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു. എന്നാൽ ശക്തമായിട്ടുള്ളൊരു കാറ്റ്. അപ്പോഴേ മനസ്സിലായി അടുത്തത് മഴ വരുന്നുണ്ട്. പക്ഷെ കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മഴ വന്നില്ല. അത് കഴിഞ്ഞ് കിരൺ വരാറായപ്പോൾ ചായ തിളപ്പിച്ചു. അപ്പോൾ ചായ അരിച്ചപ്പം അതിനൊരു ലവ് ചിഹ്നത്തിൻ്റെ ഷേപ്പ്. അപ്പോഴാണ് കിരൺ വന്നത്. ഞാൻ പിന്നെ വെളിയിലോട്ട് ഓടിച്ചെന്നു, കിരണിനെ കണ്ടു, ചായ കൊടുക്കാൻ വേണ്ടി. പിന്നെ തിരിച്ച് കയറിപ്പോയി. വൈകിട്ട് പിന്നെ എനിക്ക് വിശപ്പൊന്നുമില്ല. പിന്നെ ഞാൻ ഐസ്ക്രീം കഴിച്ചു. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.